വൈശാലി ഭാഗം 5. ജാതകം നോക്കാൻ പോയിട്ട് എന്ത് പറഞ്ഞു മുത്തശ്ശി? ഒടുക്കം ആകാംക്ഷ അടക്കാൻ പറ്റാതെ വന്നതും വിഷ്ണു തന്നെ മുത്തശ്ശിയോടത് ചോദിച്ചു. ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ വിവാഹം കഴിക്കാതിരിക്കുവോ? അതിലും ഗൗരവത്തിൽ മുത്തശ്ശി അവനോട് തിരികെ ചോദിച്ചു. ഇല്ല. ചോദിച്ചു തീരും മുൻപ് തന്നെ വിഷ്ണുവിൻ്റെ ഉത്തരവും എത്തി. അപ്പോൾ പിന്നെ ഇത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അവൻ്റെ നിഷ്കളങ്കതയോടെയുള്ള സംസാരം കേട്ട് മുത്തശ്ശി കപടഗൗരവം മറന്ന് ചിരിച്ചുപോയി. പ്രശ്നമൊന്നുമില്ല, ചേരേണ്ട ജാതകങ്ങൾ തന്നെയാണ്. 10-8 പൊരുത്തവുമുണ്ട്. പക്ഷേ മുഹൂർത്തം കിട്ടിയിരിക്കുന്നത് അടുത്ത മാസം 12-നാണ്. അത് കഴിഞ്ഞു പോയാൽ പിന്നെ വീണ്ടും 8 മാസത്തിന് ശേഷമാണ് മുഹൂർത്തം ഉള്ളത്. അത് കേട്ടതും വിഷ്ണുവിൻ്റെ മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ വിടർന്നു. ഞാനപ്പോൾ വിചാരിക്കുന്നത് 8 മാസം കഴിഞ്ഞിട്ടുള്ള മുഹൂർത്തത്തിൽ വിവാഹം നടത്താമെന്നാണ്. അതിനു മുൻപ് നമുക്ക് നിശ്ചയം നടത്താം. വിഷ്ണുവിനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി മുത്തശ്ശി അത് മനഃപൂർവ്വം പറഞ്ഞു. വൈശാലിക്ക് അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൾ ഒന്നും പറയാതെ അതിന് പുഞ്ചിരിച്ചു കൊടുത്തു. മുത്തശ്ശി എന്താണ് ഈ പറയുന്നത്? 8 മാസമോ? അതൊക്കെ ഒരുപാട് നീണ്ടുപോകും. നമുക്ക് അടുത്ത മാസം തന്നെ വിവാഹം അങ്ങോട്ട് നടത്താം. വിഷ്ണുവിൻ്റെ സംസാരം കേട്ട് ഇത്തവണ വൈശാലിയും മുത്തശ്ശിയും ഒരുപോലെ ചിരിച്ചു പോയിരുന്നു. നീ ഇങ്ങനെ തുള്ളണ്ട വെച്ചൂട്ടാ. മുഹൂർത്തം കുറിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അടുത്ത മാസം 12-ന് തന്നെ കുറിച്ചിട്ടുണ്ട്. ഇത്തവണ അത് കേട്ട് ഞെട്ടിയത് വൈശാലിയാണ്. ഇത്ര പെട്ടെന്ന് വിവാഹമോ എന്ന ചിന്തയായിരുന്നു അവളിൽ. അവൾ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ അവളെ എങ്ങനെയുണ്ടെന്ന രീതിയിൽ നോക്കുന്നുണ്ട്. ഞാനപ്പോൾ വിചാരിക്കുന്നത് അടുത്ത ആഴ്ച നമുക്ക് ചെറിയ രീതിയിലൊരു നിശ്ചയം നടത്തി വെക്കാം. അതിനുശേഷം വിവാഹം. മതി, അത് മതി. എന്താ, മോളൊന്നും പറയുന്നില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല മുത്തശ്ശി. അവൾ അല്പം പതർച്ചയോടെയാണ് പറഞ്ഞത്. അവളുടെ മുഖത്തും ആകെ ഒരു വല്ലായ്മ. മുത്തശ്ശിയോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും അവളുടെ മനസ്സ് അസ്വസ്ഥമാണെന്ന് അവന് മനസ്സിലായി. അപ്പോൾ നിശ്ചയത്തിന് അത്യാവശ്യം കുറച്ചു പേരെ മാത്രം വിളിച്ച് നടത്താം. മുത്തശ്ശി തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ, അങ്ങനെ മതി. ഇരുവരും അത് സമ്മതിച്ചു. നിശ്ചയത്തിൻ്റെ സംസാരങ്ങൾ നീണ്ടുപോയി. വിഷ്ണുവും മുത്തശ്ശിയും ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. വൈശാലി ഒരു കേൾവിക്കാരിയെ പോലെ അതെല്ലാം കേട്ടിരിക്കുന്നുമുണ്ട്. ഞാൻ രാമനെ ഒന്ന് വിളിച്ച് കാര്യം പറയട്ടെ. അത് പറഞ്ഞ് മുത്തശ്ശി എഴുന്നേറ്റു. മുത്തശ്ശിയുടെ അനിയനാണ് രാമൻ. മുത്തശ്ശി എഴുന്നേറ്റതും വിഷ്ണു വേഗം വന്ന് വൈശാലിയുടെ അടുത്തേക്കിരുന്നു. അവൾ അവൻ്റെ മുഖത്ത് നോക്കി. അവളുടെ മുഖത്താകെ ഒരു വല്ലായ്മ. അവൻ പുരികമുയർത്തി അവളോട് എന്താണെന്ന് ചോദിച്ചു. എനിക്കെന്തോ മനസ്സാകെ ഒരു വല്ലായ്മ പോലെ വിഷ്ണു. എന്തിന്? അതല്ല, ഇത്ര പെട്ടെന്ന് വിവാഹം. തനിക്കെന്നെ പേടിയുണ്ടോ? ഇല്ല. തനിക്കെന്നെ വിശ്വാസമുണ്ടോ? ഉണ്ട്. അപ്പോൾ ഒന്നിലും ഒരു ടെൻഷൻ വേണ്ട. എല്ലാത്തിനും ഈ വിഷ്ണുദേവ് ഉണ്ടാകും, അവൻ സ്വയം പറഞ്ഞു. എന്നാലും അതല്ല വിഷ്ണു. ഒരെന്നാലും ഇല്ല. നാളെ പോയി നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാം. അധികം വൈകണ്ട. കുറച്ച് ഓർണമെൻറ്റ്സും വാങ്ങാം. ഓർണമെൻറ്റ്സ് ഒന്നും വേണ്ട വിഷ്ണു. കുറച്ച് എൻ്റെ കയ്യിലുണ്ട്. ഇനിയും വാങ്ങിച്ച് വെറുതെ പൈസ കളയണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അതെല്ലാം തൻ്റെ ഇഷ്ടം. എന്നാലും റിങ്ങൊക്കെ വാങ്ങേണ്ടി വരുമല്ലോ. അവളൊന്ന് മൂളി. മനസ്സിൽ പലവിധ ചിന്തകൾ നിറഞ്ഞു. ഇനിയും എന്താ, ഈ മുഖം തെളിഞ്ഞിട്ടില്ലല്ലോ. എനിക്കെന്തോ പേടി പോലെ വിഷ്ണു. ഒന്നും അങ്ങോട്ട് മനസ്സ് ഉൾക്കൊള്ളാത്തതുപോലെ. അവളുടെ ശബ്ദത്തിലും ആകെ ഒരു വ്യത്യാസം വിഷ്ണു എളുപ്പം മനസ്സിലാക്കി. ഡേറ്റ് മാറ്റിയെടുക്കണോ? വേണ്ട, ഞാൻ വീട്ടിലേക്ക് പോവാം. നാളെ രാവിലെ വരാം. വിഷ്ണു കൂടുതലൊന്നും പറഞ്ഞില്ല. അവൾക്ക് ഒറ്റയ്ക്കിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി അവൻ അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അവൾ പതിയെ വീട്ടിലേക്ക് നടന്നു. അകത്തേക്ക് കയറി ആദ്യം പോയത് മുറിയിലേക്കാണ്. അതിൽ നിന്നും ആഭരണങ്ങളുടെ പെട്ടിയെടുത്തു. എല്ലാം അമ്മയുടെയും മുത്തശ്ശിയുടെയും ആഭരണങ്ങളാണ്. പഴയ മോഡലിലുള്ളത്. പക്ഷേ കേടുപാടൊന്നും വന്നിട്ടില്ല. ഒരു 70 പവനെങ്കിലും കാണും. ഇതുവരെ തൂക്കി നോക്കിയിട്ടുമില്ല. അവൾ ഓരോന്നും എടുത്ത് അതെല്ലാം നോക്കി. ഇപ്പോഴും അതിനെല്ലാത്തിനും അമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ ഗന്ധമാണ് എന്ന് തോന്നി അവൾക്ക്. എല്ലാം തനിക്ക് വേണ്ടി അമ്മ സ്വരുക്കൂട്ടി വെച്ചതാണ്. ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകളൊന്ന് ഈറനായി. 1 മാസം. അതെ, ഇനി 1 മാസം കഴിഞ്ഞാൽ ഞാനൊരു ഭാര്യയാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ചിന്തിച്ചിട്ട് കൂടിയില്ലാത്തൊരു ജീവിതം. അതും അത്രയും നല്ല മനുഷ്യരുടെ ഇടയിൽ. അർഹതയുണ്ടോ തനിക്കതിന്? അവളുടെ മനസ്സ് വീണ്ടും വീണ്ടും അതേ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഉത്തരം കിട്ടിയില്ലെങ്കിലും ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നത് വിഷ്ണുവിൻ്റെ നിറഞ്ഞ പുഞ്ചിരി മാത്രമാണ്. അവൻ്റെ കുസൃതികളും ചിരിയുമാണ്. ഇന്ന് വൈശാലിയുടെ ലോകം വിഷ്ണുവാണ്. അവനിൽ മാത്രമാണ്. പക്ഷേ വിവാഹത്തിന് തനിക്ക് വേണ്ടി സംസാരിക്കാനോ തനിക്കായി സമയം ചെലവാക്കാനോ ബന്ധുക്കളായി ആരും തന്നെ ഇല്ല എന്നൊരു സങ്കടം വൈശാലിയുടെ ഉള്ളിലുണ്ടായിരുന്നു. ആരും വേണ്ടെന്നായിരുന്നു മനസ്സിലെങ്കിലും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ. പക്ഷേ ബന്ധുക്കളെ ആരെയും അടുപ്പിക്കാൻ കൊള്ളാത്ത വർഗ്ഗങ്ങളാണ്. എല്ലാത്തിൻ്റെയും കണ്ണുകൾ സ്വത്തിലും പണത്തിലും സമ്പത്തിലുമാണ്. അതുകൊണ്ട് കൂടിയാണ് വൈശാലി ആരെയും അടുപ്പിക്കാതെ ആയത്. എങ്കിലും ഈയൊരു സമയത്ത് അവൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് തൻ്റെ കൂടെ മുത്തശ്ശനും മുത്തശ്ശിയും ആരും ഇല്ലല്ലോ എന്നോർത്താണ്. ഒരുപക്ഷെ തൻ്റെ വിവാഹം മറ്റാരെക്കാട്ടിലും ആഗ്രഹിച്ചിരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. അവരാണ് ഈ കണ്ട സ്വത്തുക്കളും ആഭരണങ്ങളും എല്ലാം തനിക്കായി കരുതി വച്ചിരുന്നത്. ഇത്രനാളും ഇല്ലാതിരുന്ന തരത്തിലുള്ള ആവലാതികളാണ് ഇപ്പോൾ വൈശാലിയുടെ ഉള്ളിൽ.
മുൻപ് ആരുമായിട്ടും ഒരടുപ്പവും കാണിക്കാതെ ജീവിച്ചിരുന്ന സമയത്ത് ആരുടെ കാര്യവും അന്വേഷിക്കാതെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തിരുന്നവളാണ്. എന്നാൽ ഇപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് വിഷ്ണു കൂടി കടന്നു വരുമ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. അതിലേറ്റവും കൂടുതൽ മാറാൻ പോകുന്നത് തൻ്റെ ജീവിതശൈലി തന്നെയാണ്. ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നതിൽ നിന്നും താൻ കുറച്ചു നാളുകൾ കൂടി കഴിയുമ്പോൾ ഒരു കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുവാൻ പോവുകയാണ്. ഈയിടെയായി വല്ലാത്ത ഭയമാണ് മനസ്സിൽ. വിഷ്ണുവിൻ്റെ വീട്ടുകാർക്ക് എല്ലാം തന്നെ ഇഷ്ടപ്പെടുവോ, അവരെല്ലാം തന്നെ അംഗീകരിക്കുമോ എന്നുള്ള 100 കൂട്ടം ചോദ്യങ്ങളുമായി മനസ്സാകെ കലങ്ങി മറിയുകയാണ്. വിഷ്ണുവിനോട് പറഞ്ഞാൽ അതെല്ലാം നിസ്സാരമെന്ന മട്ടിൽ തമാശ പറഞ്ഞ് മനസ്സിലെ വേദനയെല്ലാം നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയാക്കും. വിഷ്ണു തൻ്റെ കൂടെയുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും എളുപ്പമാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ വീണ്ടും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ചിന്തകൾ ഈ വിധം തന്നെ പോയിക്കൊണ്ടിരിക്കും. പലവിധ ചിന്തകളുമായി ആ ദിവസം അവൾ തള്ളി നീക്കി. പിറ്റേ ദിവസം കോളേജിൽ ലീവ് വിളിച്ചു പറഞ്ഞു. രാവിലെ ഒരു 10 മണിയായപ്പോഴേക്കും ഇരുവരും ചേർന്ന് നിശ്ചയത്തിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാനായി പോയി. മുത്തശ്ശിയെയും കൂടെ വിളിച്ചുവെങ്കിലും വയ്യെന്ന് പറഞ്ഞു മുത്തശ്ശി ഒഴിഞ്ഞു. അങ്ങനെ ഇരുവരും ഒന്നിച്ചുള്ള യാത്ര ഇതാദ്യമാണ്. ടൗണിലേക്ക് എത്താൻ കുറച്ച് ദൂരമുണ്ട്. അവിടെയാണ് നല്ല നല്ല കടകളുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇരുവർക്കും സംസാരിച്ചിരിക്കാനും അധികം സമയമുണ്ട്. താൻ ഡ്രസ്സൊക്കെ എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചോ? ഒന്നും തീരുമാനിച്ചില്ല. പക്ഷേ സാരി ഉടുക്കാമെന്നാണ് കരുതുന്നത്. അതാണ് എനിക്ക് കംഫർട്ട്. മതി, എന്തായാലും തൻ്റെ ഇഷ്ടം. വിഷ്ണു എന്താ എടുക്കുന്നത്? എനിക്ക് താൻ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് തന്നാൽ മതി. അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. ചെറിയ കാര്യമാണ്, എങ്കിലും വൈശാലിക്ക് അത് ഒത്തിരി സന്തോഷമുള്ളതായിരുന്നു. കല്യാൺ സിൽക്സ്. ഇരുവരും ആദ്യം അങ്ങോട്ടാണ് പോയത്. അവിടെ സാരി സെക്ഷനിൽ ആദ്യം കയറി. ഒത്തിരി കളക്ഷനുണ്ട്. പക്ഷേ വൈശാലിക്ക് മനസ്സിനൊരു സംതൃപ്തി വരുന്നുണ്ടായില്ല. ഓരോന്നെടുത്ത് അവൾ ദേഹത്ത് വെച്ചൊക്കെ നോക്കി. വിഷ്ണുവും ഓരോന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അവനും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒടുക്കം ഇരുവരുടെയും ശ്രദ്ധ അവിടെ സ്റ്റാച്യൂവിലിട്ടിരിക്കുന്ന ഒരു സാരി കണ്ടതും രണ്ടുപേരുടെയും കണ്ണുകൾ ഒരുപോലെ അങ്ങോട്ടായി. ഒരു ഒലീവ് ഗ്രീൻ കളറിലെ സാരിയായിരുന്നു. അത് ആ ഡോളിൽ ഭംഗിയായി ഉടുപ്പിച്ചിരിക്കുന്നു. ഒടുക്കം അതുതന്നെ എടുത്ത് വിഷ്ണുവിനെ ഡ്രസ്സ് എടുക്കാനായി പോയി. വൈശാലിയുടെ സാരിയുടെ നിറത്തിൽ നിന്ന് അല്പം കൂടി ഡാർക്ക് കളർ കുർത്ത ആൻഡ് പാൻസാണ് വിഷ്ണുവിന് വൈശാലി സെലക്ട് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ജ്വല്ലറി വാങ്ങാനാണ് പോയത്. ഇരുവരും മോതിരമൊക്കെ സെലക്ട് ചെയ്തു. 2 ദിവസത്തിന് ശേഷമാവും കിട്ടുക. അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ഇരുവരും ഇറങ്ങി. അങ്ങനെ ഒരുക്കങ്ങൾക്ക് ശേഷം നിശ്ചയത്തിൻ്റെ തലേ ദിവസം വന്നെത്തി. വിഷ്ണുവിൻ്റെ വീട്ടിലാകെ ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞു. ബന്ധുക്കൾ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുവെങ്കിലും അത്യാവശ്യം ആളുകളുണ്ട്. രാത്രി വൈശാലിയുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകളെ വൈശാലിക്ക് കാണാം. വിഷ്ണു പലതവണ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാതെ അങ്ങോട്ട് വരാൻ പറഞ്ഞുവെങ്കിലും അവൾ വരുന്നില്ലെന്ന് തന്നെ പറഞ്ഞു. അവിടെ ആട്ടവും പാട്ടുമായി ആകെ ബഹളമാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വന്നിട്ടുണ്ട്. അവൾ അകത്തേക്ക് കയറി. അപ്പോൾ തന്നെ വിഷ്ണുവിൻ്റെ മെസ്സേജ് ഫോണിൽ ഒരു 10 എണ്ണമെങ്കിലും വന്നിട്ടുണ്ട്. മിസ് യു, ഐ ലവ് യു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടും പറ്റില്ലല്ലോ, വൈശാലി ടീച്ചറെ കരയാൻ നിൽക്കരുത്, ഉമ്മ, അങ്ങനെ കുറേ മെസ്സേജ്. കൂടെ അതിന് ചേരുന്ന ഇമോജികളും. അതുമാത്രം മതിയായിരുന്നു വൈശാലിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയാൻ. അല്പനേരം കഴിഞ്ഞതും കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് വൈശാലി വന്ന് വാതിൽ തുറന്നു. നോക്കുമ്പോൾ ഒരു ചേച്ചിയാണ്. ആരാണെന്ന് നോക്കിയിട്ട് മനസ്സിലായില്ല. ഇങ്ങനെ നോക്കണ്ട, ഞാൻ വിച്ചൂട്ടൻ്റെ അമ്മായിയാണ്. ദാ ഇത് വാങ്ങ്, ഭക്ഷണമാണ്, അങ്ങോട്ട് വിളിച്ചിട്ട് വന്നില്ലല്ലോ. പുഞ്ചിരിയോടെ പറയുന്നവരെ നോക്കി വൈശാലിയും പുഞ്ചിരിച്ചു. പിന്നെ അവൻ്റെ വീട്ടിലേക്കൊന്ന് നോക്കി. വിച്ചൂട്ടൻ വരാനിരുന്നതാ, അവിടെ അവരാരും വിട്ടില്ല. അവർ വീണ്ടും പറഞ്ഞതും വൈശാലി പുഞ്ചിരിച്ചു. എങ്കിലും മോള് കിടക്കാൻ നോക്കിക്കോ, നാളെ നേരത്തെ ഉണരേണ്ടതല്ലേ. അത് പറഞ്ഞവർ പോയതും വൈശാലി അകത്തേക്ക് കയറി. ഭക്ഷണമൊക്കെ കഴിച്ച് മുറിയിലേക്ക് വന്നു. ഡ്രസ്സൊക്കെ പാകം ചേർത്ത് വെച്ച് കിടന്നു. രാവിലെ നേരത്തെ തന്നെ ഉണർന്നു. കുളിച്ച് അമ്പലത്തിലൊന്ന് പോയി. ശേഷം വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ശീലങ്ങളെല്ലാം അങ്ങനെ തന്നെ. വൈശാലി പാർലറിൽ പോയിട്ടാണ് ഒരുങ്ങുന്നത്. 10 മണിക്കാണ് നിശ്ചയം. 8:30 ആയപ്പോഴേക്കും വൈശാലി പാർലറിലേക്ക് പോകാനിറങ്ങി. കാറിലാണ് പോയത്. ടെൻഷൻ ഒന്നുമില്ല, മനസ്സാകെ സ്വസ്ഥമാണ്. വിഷ്ണുവിൻ്റെ വീടിന് മുന്നിൽ അത്യാവശ്യം വലിയ മുറ്റമുണ്ട്. അവിടെ തന്നെയാണ് നിശ്ചയത്തിന് വേണ്ടിയുള്ള പന്തലിട്ടിരിക്കുന്നത്. റെഡിയായി കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. റെഡിയായി കഴിഞ്ഞോ? കഴിഞ്ഞു, റിപ്ലൈ അയച്ചു. അപ്പോൾ തന്നെ അടുത്ത മെസ്സേജ് എത്തി. ഒരു ഫോട്ടോ അയക്കോ? അത് കണ്ടുവെങ്കിലും എടുത്തു നോക്കിയില്ല, അങ്ങനെ തന്നെ മാറ്റിവെച്ചു. എന്തോ അവൻ്റെ നേരിട്ടുള്ള റിയാക്ഷൻ കാണാനൊരു കൊതി, അത്ര തന്നെ. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.